ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അഗ്ലോണിമ പ്ലാന്റ്സിൽ തൈകൾ വളർന്നു കിട്ടാൻ, അതായത് നമ്മളൊരു പ്ലാന്റ് നട്ട് വെച്ചിട്ട് ഒരേ ഗ്രോത്തിൽ ഇങ്ങനെ പോകാമെന്നല്ലാതെ പുതിയ ഷൂട്ടൊന്നും വരാതെ ആ ഒരു തൈ മാത്രം വളർന്നു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. ഇതുപോലെ വളർന്നു പോകുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു പ്ലാന്റ് ഒരു 2 വർഷത്തിൽ കൂടുതലായ പ്ലാന്റാണ്, പക്ഷേ ഇതുവരെ ഇതിനകത്തുനിന്ന് ഒരു ഷൂട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വളർന്നു പോകുന്ന പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ടുകൾ വരുന്നു കിട്ടും. ഒരു അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ നട്ടിട്ട് ഒരു 2 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാക്സിമം ഷൂട്ട് വരേണ്ട ടൈം കഴിഞ്ഞു. അതായത് ഈ ഒരു പോട്ടൊക്കെ ഫില്ലായിട്ട് നമുക്ക് ഷൂട്ട് വരണം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. പക്ഷേ ഈ പ്ലാന്റിന് ഇതുവരെ ഒരു ഷൂട്ട് പോലും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെതാ ഈ ഒരു എഡ്ജിലേക്കൊക്കെ വന്നിട്ട് അവിടെ നിന്നൊക്കെ റൂട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഒരു ഷൂട്ട് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടിങ് തന്നെയാണ്. ഈ പോട്ടിങ് ഭയങ്കര ടൈറ്റാണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് അഗ്ലോണിമ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ മാക്സിമം കല്ലൊന്നും ഇതിൽ വരാതെ സൂക്ഷിക്കണം. ഇതിലൊക്കെ മാക്സിമം കല്ലുകളാണല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഒരു സേഫായൊരു പോട്ടിങ് അല്ല ഇത്. ഇതിന് മാക്സിമം ഷൂട്ടൊന്നും വരാനുള്ള ഒരു സംഭവം ഇതിനകത്ത് കാണാനില്ല. അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് കേട്ടോ. മാക്സിമം ഒരു സോഫ്റ്റായ പോട്ടിംഗ് മിക്സ് അതിന് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചകിരിച്ചോറൊക്കെ മാക്സിമം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് അങ്ങനെ ടൈറ്റ് ആവുമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും ചെയ്യണം. പിന്നെ കല്ലുകളൊന്നും അതിനകത്ത് വരരുത്. പോട്ടിംഗ് മിക്സ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ അഗ്ലോണിമ പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്ലാന്റിൻ്റെ ഏറ്റവും അടിഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം. അതായത് മണ്ണിൻ്റെ മേലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിലിതാ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ റൂട്ട് ഇറങ്ങുകയാണ്. പുതിയ ഷൂട്ടൊന്നും വരാതെ അവിടെ നിന്നൊക്കെ റൂട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് റൂട്ട് വരുന്ന പ്ലാന്റ് എന്നല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഷൂട്ടൊന്നും വരാതെ പോകുന്ന പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ പ്ലാന്റിൻ്റെ മാക്സിമം അടിഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. മണ്ണിൻ്റെ അടിയിലേക്കുള്ള ഭാഗം അവിടെ തന്നെ വെക്കണം. അവിടെ നിന്ന് പുതിയ ഷൂട്ടുകൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ ഒരു നോഡിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കാരണം 2 വർഷമായിട്ട് ഈ ഒരു രീതിയിലാണ് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നഷ്ടമാണ്. എത്ര തൈകൾ വരേണ്ട ടൈമാണ് വേസ്റ്റായി പോയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അധികം അതിനെ അങ്ങനെ വളർത്താതെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇതിനിപ്പോൾ മാക്സിമം മോൾ ഭാഗത്ത് തന്നെ റൂട്ടുണ്ട്. അപ്പോൾ റൂട്ടുള്ളതുകൊണ്ട് ഞാൻ ആ മാക്സിമം മോൾ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റിനൊന്നും അങ്ങനെ റൂട്ട് വന്നോളണമെന്നൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഒരുപാട് തൂമ്പിൽ കൊണ്ട് കട്ട് ചെയ്യരുത്. കുറച്ചൊരു മെച്ചൂർഡായ സ്ഥലത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ഒരു പ്ലാന്റിനെ നമുക്ക് വേറെ നടണം. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നോഡിൽ വെച്ചിട്ട് മൊത്തം കട്ട് ചെയ്തിട്ട് നടാം. അല്ലെങ്കിൽ 2 പീസൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും ആ നോഡിൽ നിന്നൊക്കെ പുതിയ തൈകൾ വന്നോളൂ കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് തൈകൾ വരുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ 1-2 പ്ലാന്റ് കളക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്തതാണ്. അവിടെ നിന്നൊക്കെ എത്ര തൈകളാണെന്നറിയാം, എത്ര പെട്ടെന്നാണെന്നറിയാം വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നേരെ ഇങ്ങനെ പോകുന്നൊരു പ്ലാന്റ് ആണെങ്കിൽ ഇത്ര തൈകൾ ഇത്ര പെട്ടെന്ന് വരില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ തൈകൾ വരുന്നുണ്ട് എന്നുള്ള കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മാക്സിമം തൈകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു രീതി പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഷൂട്ട് വരാത്തവർ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് പരീക്ഷിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഏറ്റവും അടിയിൽ വെച്ച് കട്ട് ചെയ്തു. അതിൻ്റെ ശേഷം 2 ഷൂട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അതുവരെ അങ്ങനെ ഷൂട്ട് വരാത്തൊരു പ്ലാന്റാണ്. ഞാനിതും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഷൂട്ടും വരാതെ ഇത് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ഈ ഒരു പ്ലാന്റാണ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു തൈയാക്കി നമുക്ക് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം. അവിടെ അടിഭാഗം കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പുതിയ തൈകൾ വേറെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ തൈ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു മെത്തേഡാണ്. അങ്ങനെ ഞാൻ കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റുകൾ കളക്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. അതെന്തായിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസമൊന്നും ആയില്ല, ഒരു
15-16 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. മാക്സിമം പോയ ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതൊന്നൊക്കെ എത്ര തൈകളാണ് ഇപ്പോൾ വരുന്നതെന്ന് കണ്ടില്ലേ. 1 2 3 തൈകൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനൊക്കെ ഇങ്ങനെ വളരാൻ വിടുകയാണെങ്കിൽ ഇത്ര തൈകളൊന്നും ഇത്ര പെട്ടെന്ന് നമുക്ക് കിട്ടൂല. ഇതിൻ്റെയൊക്കെ പോട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മളൊരു വളവും കൊടുത്തിട്ടില്ല. അതായത് ജസ്റ്റ് മണ്ണിൽ ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്. മണ്ണ് മാക്സിമം സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്. ചകിരിച്ചോറും മണ്ണും കൂടെ ഈക്വലായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഈ പ്ലാന്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഷൂട്ടൊക്കെ പെട്ടെന്ന് വരാൻ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വന്ന ഷൂട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വരുന്നത് കാണാറുണ്ട്. ബാക്കി പോർഷൻ നമുക്ക് പിന്നെയും കുഴിച്ച് വെച്ചാൽ പുതിയ പ്ലാന്റ് വേറെ വരികയും ചെയ്യും. ഇതിലിപ്പോൾ എല്ലാത്തിലും ഷൂട്ട് വന്നിട്ടൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറിച്ചെടുത്ത സമയത്ത് പിന്നെ ആ മണ്ണിലേക്ക് തന്നെ വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഷൂട്ടൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു. അപ്പോൾ മണ്ണിൽ നല്ലോണം കെയർ ചെയ്തിട്ട് വെക്കുക കേട്ടോ. അങ്ങോട്ട് അമർത്തിയൊന്നും വെക്കരുത്. അമർത്തിയൊക്കെ വെക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ അതിൻ്റെ ഷൂട്ടൊക്കെ വന്ന സമയം. ഒക്കെ ഒടിഞ്ഞു പോകും. അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ തിരിച്ച് വെക്കുക കേട്ടോ. പിന്നെ അതിലൊക്കെ വന്നിട്ടുണ്ട്. ഓരോ ഷൂട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ടൈം ആവുന്നേ ഉള്ളൂ. 15 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വരാനുള്ള ടൈം ആയി വരുന്നേ ഉള്ളൂ. അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്നു പോകുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കാതെ നമുക്ക് മാക്സിമം പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. കുറേ പേര് പറയാറുണ്ട് അഗ്ലോണിമ പ്ലാന്റിൽ തൈകളൊന്നും വരുന്നില്ല, സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ചിലർക്ക് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പോലും ആവാറില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഡെമോ കാണിച്ചൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. പക്ഷേ തൈകളൊന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ രീതി പരീക്ഷിക്കുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. നമുക്ക് മാക്സിമം പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ അതിൻ്റെ പോട്ടിംഗ് മിക്സ്. അതായത് നല്ല സോഫ്റ്റുമാണ് എന്നാൽ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആകുമ്പോൾ മാക്സിമം ഷൂട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ വേറെയും കുറച്ച് പ്ലാന്റ്സിലൊക്കെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കി. അതിലൊക്കെ ഈ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. അതായത് നമ്മളൊരു നോർമൽ പ്ലാന്റ്സ് നട്ടിട്ട് അതിന്നൊരു ഷൂട്ട് വരുന്നതിനേക്കാൾ സ്പീഡിലാണ് നമുക്ക് പുതിയ ഷൂട്ടുകളൊക്കെ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന പ്ലാന്റ്സിൽ വരുന്നത് കേട്ടോ. ഇതിലൊക്കെ ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആ പ്ലാന്റ് വേറൊരു പ്ലാന്റായിട്ട് കിട്ടുകയും ചെയ്യും. അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ കുറേ വരികയും ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലൊരു മെത്തേഡായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം ആ പ്ലാന്റ്സിന് എന്തായാലും ഷൂട്ടൊന്നും അടുത്ത് വരാൻ പോകുന്നുമില്ല. വെറുതെ ആ പ്ലാന്റ്സ് അങ്ങനെ വളർന്നു പോവുള്ളൂ. അതിൽ നല്ല നമുക്ക് കുറച്ച് ഷൂട്ടുകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി തന്നെ പരീക്ഷിക്കാം. പിന്നെ ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗമാണ് കേട്ടത്. കാരണം ഞാൻ അവരെ പോട്ടിങ്ങിൽ നിന്ന് ഇതിനെ മാറ്റുകയാണ്. കാരണം അവരെ പോട്ടിങ് എനിക്ക് തീരെ സേഫായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണിത്. ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിച്ച ആ ചട്ടിയിലുള്ള ഭാഗമാണ് കേട്ടത്. അപ്പോൾ അതിനെ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും ഇനി ഒരു ഷൂട്ടും വരാനുള്ള ഒരു സിമ്പലും കാണുന്നില്ല കേട്ടോ. അത്രയും ഒരു അതിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. 2 വർഷത്തിൽ കൂടുതലായൊരു പ്ലാന്റുമാണ്. എന്നിട്ട് പോലും ഒരു ഷൂട്ടും വരാനുള്ള ഒരു സിമ്പലും ഇതുവരെ ഇതിൽ കാണുന്നില്ല. കുറേ കല്ലും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഈ പോട്ടിങ്ങിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിതിനെ മാറ്റി വേറൊരു പോട്ടിലേക്ക് ഞാൻ എൻ്റെ പോട്ടിംഗ് മിക്സിലേക്ക് ഇതിനെ സെറ്റാക്കി വെച്ച് നോക്കാൻ പോവാണ്. എന്താണ് ഇതിൻ്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ആ രീതി ഒന്ന് പരീക്ഷിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ പഴയ റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ പുതിയൊരു പോട്ടിംഗ് മിക്സിലേക്ക് ഇതിനെ നടാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ റൂട്ടൊക്കെ വന്നോളും. പിന്നെ പോട്ടിംഗ് മിക്സ് ഞാൻ വെറുതെ തീരെ ശരിയില്ലാത്തൊരു പോട്ടിംഗ് മിക്സാണ്. അതുകൊണ്ട് മണ്ണും ചകിരിച്ചോറും ഈക്വലായിട്ട് എടുത്തിട്ട് ആ ഒരു പോട്ടിങ്ങിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഷൂട്ടൊക്കെ വരാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ. പിന്നെ ഇതൊന്ന് ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പ്ലാന്റ് റൂട്ടൊക്കെ വന്ന പ്ലാന്റാണ്. അതിനെ ആപ്റ്റായ ഒരു പോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സൈസുള്ളൊരു പോട്ട് എടുത്താൽ നന്നാവും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പോട്ടിലേക്ക് ഞാനതിനെ നട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇതിനും പെട്ടെന്നൊക്കെ ഷൂട്ടിന് വന്നോളും. ഈ ഒരു സോഫ്റ്റ് പോട്ടിംഗ് മിക്സിലേക്ക് തന്നെയാണ് ഇപ്പം നടുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ട് നമ്മൾ വളമൊക്കെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ നട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ഒരാഴ്ച ഇങ്ങനെ തന്നെ വെക്കുക. ഷെയ്ഡിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കി പാർട്സുകളും ഇതേപോലെ ഞാൻ പുതിയ ഷൂട്ടുകൾ വരാൻ വേണ്ടിയിട്ട് ഈ സെയിം പോട്ടി മിക്സിൽ നട്ട് വെക്കാം കേട്ടോ. ഇത് ഓരോ നോഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ പീസാണെങ്കിൽ 2 പീസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതിൻ്റെയൊക്കെ എല്ലാ നോഡിൽ നിന്ന് നമുക്ക് തൈകൾ വരാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ തൈകൾ വന്നോളും. ഈ പോട്ടിങ്ങിലൊന്നും ഇപ്പോൾ ഒരു വളവും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മണ്ണും ചകിരിച്ചോറും ഈക്വലായിട്ട് വെച്ചത് മാത്രമാണ്. അതായത് മണ്ണൊന്ന് സോഫ്റ്റ് ആവാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നനവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു നല്ല നനഞ്ഞ് തന്നെ ഇരിക്കണം മണ്ണ്. അത് വെച്ചിട്ട് വെള്ളം കെട്ടി കിടക്കാനും പാടില്ല. ആ ഒരവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈകൾ വന്നോളൂ കേട്ടോ. ഈ രീതിയിൽ നോക്കാൻ പറ്റുന്നവരൊന്ന് നോക്കുക. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് വളരുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.